Good morning. Good morning. Today we are going to discuss Carnot's heat engine. നമ്മൾ കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഐസോതെർമൽ പ്രോസസ്സുകൾ, ഐസോതെർമൽ പ്രോസസ്സ്, അതുപോലെ അഡിയബാറ്റിക് പ്രോസസ്സ് ഇവ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്? When a system suffers a physical change under the condition that its temperature remains constant throughout the process, it is called an isothermal process. അതുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇന്റേണൽ എനർജിയിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ എനർജിക്ക് വേരിയേഷൻസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഡെൽറ്റ യുവിന്റെ വാല്യൂ 0 ആയിരിക്കും. So we can write for an isothermal process delta Q equal to delta W. That is, in an isothermal process, heat absorbed by the system is equal to the work done by the system. അതുകൊണ്ട് ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ പി വിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. പി വി ഈക്വൽ ടു ആർ ടി ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ. അതുപോലെ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിലുള്ള വർക്ക് ഡൺ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പി വി ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഇതിൻ്റെ വൈ ആക്സിൽ പ്രഷറും അതുപോലെ തന്നെ എക്സ് ആക്സിൽ വോളിയവുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പ്രോസസ് ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ നമുക്ക് കിട്ടുന്നത് അത് ഇനിഷ്യൽ വോളിയം V1ഉം ഫൈനൽ വോളിയം V2ഉമാണ്. അതുപോലെ തന്നെ ഇനിഷ്യൽ വോളിയം P1ഉം ഫൈനൽ വോളിയം P2 ആണെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W ഈക്വൽ ടു എത്രയായിരുന്നു? 2.303 RT log V2 by V1 ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുപോലെ തന്നെ നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഒരു അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. When a system undergoes a physical change under the condition that no heat enters or leaves the system, the change is said to be an adiabatic. അതായത് ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എനർജി എൻ്റർ ചെയ്യുന്നുമില്ല, അതുപോലെ തന്നെ ആ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എനർജി പുറത്തോട്ട് പോകുന്നുമില്ലെങ്കിൽ നമ്മൾ അത്തരം പ്രോസസ്സുകളെയാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എൻട്രോപ്പിക്ക് വേരിയേഷൻ ഉണ്ടാകില്ല ഒരു അഡിയബാറ്റിക് പ്രോസസ്. അപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഒരു അഡിയബാറ്റിക് പ്രോസസ് ആകുമ്പോഴേക്കും അതിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോഴേക്കും ഡെൽറ്റ ക്യൂ, അതായത് ഹീറ്റ് എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു or delta W equal to minus delta U. That is, in an adiabatic process, the external work is done at the expense of its internal energy. Okay. അപ്പോൾ അതുപോലെ തന്നെ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ പി വി റൈസ്ഡ് ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഇവിടെ ഗാമ എന്ന് പറയുന്നത് CP/CV ആണ്. Specific heat the ratio of specific heat capacity at constant pressure and constant volume. നമുക്ക് ഇവിടെയും അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ നമുക്ക് ഒരു പി വി ഡയഗ്രാം വരയ്ക്കാം. ഇത് കുറെ കൂടെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഡയഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ W ഈക്വൽ ടു 1 ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 മൈനസ് P2 V2 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അടുത്തത് നമുക്ക് ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് നോക്കാം. സോ എ ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് ദാറ്റ് എക്സ്ട്രാക്ട്സ് എനർജി ഫ്രം ഇറ്റ്സ് എൻവയോൺമെന്റ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ഇറ്റ് ഡസ് യൂസ്ഫുൾ വർക്ക്. അപ്പോൾ ഹീറ്റ് എനർജിയെ യൂസ്ഫുൾ ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. The essential parts of a heat engine are source, working substance, insulating stand and sink. സാധാരണ രീതിയിൽ ഒരു ഹീറ്റ് എഞ്ചിന്റെ കേസിലുള്ള ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴേക്കും
നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ അതിന്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് വാട്ടർ ആണ്. അതല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്ന പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ അതിന്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് എയർ ആണ്. അപ്പോൾ സാധാരണ ഇതിലൊരു ഹീറ്റ് എഞ്ചിനിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് എനർജിയെ സോഴ്സിൽ നിന്നും അബ്സോർബ് ചെയ്യും. അതിലൊരു പാർട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ബാക്കി വരുന്ന ഹീറ്റ് എനർജിയെ സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് ഈ ഒരു പ്രോസസ് കഴിയുമ്പോഴേക്കും വീണ്ടും വർക്കിംഗ് സബ്സ്റ്റൻസ് അതിന്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചെത്തും. അതുകൊണ്ട് തന്നെ ഇതൊരു സീരീസ് ഓഫ് പ്രോസസ് സീരീസ് ഓഫ് പ്രോസസ് ഇസ് കോൾഡ് എ സൈക്കിൾ. And by repeating the cycle, work can be continuously obtained. Carnot's heat engine, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് Carnot's heat engine ആണ്. It is an ideal engine. Here all processes are reversible and no wasteful energy transfer occurs. അപ്പോൾ ഐഡിയൽ എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം, നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഏതൊരു കേസിലും എനർജിയുടെ ഒരു പാർട്ട് ഫ്രിക്ഷന്റെ രൂപത്തിൽ വേസ്റ്റ് ആയി പോകാൻ, ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊരു വേസ്റ്റ് ആണ്. പക്ഷേ നമ്മൾ കാർനോട്ടിന്റെ ഹീറ്റ് എഞ്ചിന്റെ പ്രത്യേകത ഇവിടെ അങ്ങനെ യാതൊരു തരത്തിലുള്ള വേസ്റ്റ്ഫുൾ എനർജി ട്രാൻസ്ഫറും ഇല്ല. ഇത് കാർനോട്ട് എന്ന് പറഞ്ഞ ഫ്രഞ്ച് സയന്റിസ്റ്റ് 1824 കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ദി എസെൻഷ്യൽ പാർട്സ് ഓഫ് കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ ആർ സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആൻഡ് സിങ്ക്. Here source is a hot body of infinite thermal capacity at a high temperature T1. അപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈ ടെമ്പറേച്ചറിലായിരിക്കും, അതിന്റെ തെർമൽ കപ്പാസിറ്റി ഇൻഫിനിറ്റി ആണ്. അതിന്റെ തെർമൽ കപ്പാസിറ്റി ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്നും എത്ര ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്താലും ഈ സോഴ്സിന്റെ ടെമ്പറേച്ചറിന് യാതൊരു വേരിയേഷനും ഉണ്ടാകില്ല. അത് T1 ആയിട്ട് തന്നെ നിലനിൽക്കും. And here the working substance is an ideal gas contained in a cylinder with a perfectly insulating wall and perfectly conducting base. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ആണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT ഒബേയുന്ന ഗ്യാസ് മോളിക്യൂൾസ്, ഗ്യാസിനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു കാർനോട്ട് എഞ്ചിന്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞത് ഇതിന്റെ വാൾസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പിസ്റ്റൺ എന്ന് പറയുന്നതും പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സൈഡ് വാൾസ് വഴിയോ അല്ലെങ്കിൽ പിസ്റ്റന്റെ ഈ ഒരു പാർട്ട് വഴിയോ ഒരിക്കലും ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ പോസിബിൾ അല്ല. പക്ഷെ ഇതിന്റെ ബോട്ടം കണ്ടക്ടിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോട്ടം പാർട്ട് വഴി ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഇതുവഴി നമുക്ക് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹീറ്റ് എനർജി റിജക്ട് ചെയ്യുകയോ ചെയ്യാം. ആൻഡ് ദി ലാസ്റ്റ് പാർട്ട് ഈസ് സിങ്ക്. സിങ്ക് ഈസ് എ ബോഡി ഓഫ് ഇൻഫൈനൈറ്റ് തെർമൽ കപ്പാസിറ്റി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ T2. ഇതും ഈ സിങ്കും തെർമൽ കപ്പാസിറ്റി ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ നിങ്ങൾ എത്ര ഹീറ്റ് എനർജി സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും അതിന്റെ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഒന്നും ഉണ്ടാകില്ല. അത് T2 ആയിട്ട് തന്നെ നിലനിൽക്കും. The cycle of a Carnot engine is completed in 4 operations: isothermal expansion, adiabatic expansion, isothermal compression, and adiabatic compression. At first, the cylinder is placed on the source. സിലിണ്ടർ ബോട്ടം പാർട്ട് കണ്ടക്ടിങ് ആയതുകൊണ്ട് തന്നെ ഇത് സോഴ്സുമായി കോൺടാക്റ്റിൽ വരുമ്പോഴേക്കും ഇതിന്റെ ടെമ്പറേച്ചർ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചറും സോഴ്സിന്റെ ടെമ്പറേച്ചറും സെയിം ആകും. Let the pressure and volume be P1 and V1 and temperature will be T1. Now we will allow the working substance to expand isothermally. ഇവിടെ നമ്മൾ ഇനി ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. സാധാരണ നമുക്കറിയാം പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോഴേക്കും അതിന്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ ഒരു സിലിണ്ടർ സോഴ്സുമായി കോൺടാക്റ്റിലായതുകൊണ്ട് തന്നെ അതിന്റെ ടെമ്പറേച്ചർ T1 ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പാൻഷൻ പ്രോസസ് കഴിയുമ്പോഴും ഇതിന്റെ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാകില്ല. ഇതിന്റെ ടെമ്പറേച്ചർ T1 തന്നെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ പ്രഷറിലും വോളിയത്തിലും വേരിയേഷൻ ഉണ്ടാകും. വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് കഴിയുമ്പോഴേക്കും ഇതിന്റെ പ്രഷറും വോളിയം ടെമ്പറേച്ചറും P2, V2 T1 ആണ്. അപ്പോൾ ഇത് ടെമ്പറേച്ചറിന് വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഇനി നമ്മൾ ഈ സിലിണ്ടറിനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് മാറ്റും. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് മാറ്റുമ്പോഴേക്കും നമുക്കറിയാം ഇതിൽ ആകെ കണ്ടക്ടിങ് ആയിട്ടുള്ള ബോട്ടം പാർട്ട് മാത്രമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡുമായി കോൺടാക്റ്റിൽ വെക്കുമ്പോഴേക്കും ഇനി ഇതിനകത്തു നിന്നുള്ള ഹീറ്റ് എനർജി പുറത്തേക്ക് പോകാനുള്ള യാതൊരു ഓപ്ഷൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ് ഇനി നമ്മൾ പറയുന്ന പ്രോസസ് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ പിസ്റ്റനെ മുകളിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇതിന്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും. Let the pressure changes to P3, volume changes to V3 and the temperature becomes T2. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ്സിൽ നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്നും Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ നമ്മൾ രണ്ടാമത് പറയുന്നത് ഇതൊരു അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ ഒന്നുമില്ല. ഡെൽറ്റ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത് നമ്മൾ ഈ സിലിണ്ടറിനെ സിങ്കുമായി കോൺടാക്റ്റിൽ എത്തിക്കുന്നു. അതിനുശേഷം നമ്മളിതിനെ കംപ്രസ് ചെയ്യുക. സാധാരണ രീതിയിൽ നമുക്കറിയാം, നമ്മൾ ഒരു സിലിണ്ടറിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ സിലിണ്ടർ സിങ്കുമായി കോൺടാക്റ്റിലാണ്. സിങ്ക് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആണ്. സിങ്കിൻ്റെ തെർമൽ കപ്പാസിറ്റി ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ കംപ്രസ് ചെയ്താലും അതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ ഒന്നും ഉണ്ടാകില്ല. സിങ്കിൻ്റെ ടെമ്പറേച്ചർ T2 ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കംപ്രസ് ചെയ്താലും നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ T2 തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യും. പ്രഷറും വോളിയം ചേഞ്ച് ചെയ്ത് P4 ഉം V4 ആകുന്നു. പക്ഷേ ടെമ്പറേച്ചർ T2 ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഇല്ല. നമ്മൾ പറയുന്നത് ഒരു ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ്. വീണ്ടും നമ്മൾ ഈ സിലിണ്ടറിനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്യുകയാണ്. നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ പ്രഷറും വോളിയം ടെമ്പറേച്ചറും P1 V1 T1 അതിലേക്ക് തിരിച്ചെത്തുന്നത് വരെ നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ P1 V1 T1 ആകുന്നത് നമ്മൾ ഈ കംപ്രഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ സിലിണ്ടർ ഇവിടെ രണ്ടാമത് നമ്മൾ പറഞ്ഞ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിന്റെ കേസിൽ സിലിണ്ടർ സിങ്കിലേക്ക് Q2 ഓഫ് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 4 പ്രോസസ്സാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിലിണ്ടറിനെ സോഴ്സുമായി കോൺടാക്റ്റിൽ എത്തിക്കുന്നു. സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യുന്നു. ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അടുത്ത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് വെക്കുന്നു. നമ്മളതിനെ അഡിയാബാറ്റിക് എക്സ്പാൻഷന് വിധേയമാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ ഇല്ല. ആൻഡ് ഇൻ ദി തേർഡ് സ്റ്റേജ് we place the cylinder in contact with the sink and we compress it isothermally, and then last it is an adiabatic compression process. ഇതുവരെ പറഞ്ഞ പ്രോസസ്സുകൾ നമുക്ക് ഗ്രാഫിക്കലായിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ y ആക്സിസിൽ പ്രഷറും അതുപോലെ തന്നെ x ആക്സിസിൽ വോളിയവുമാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രഷർ P1 ഉം വോളിയം V1 ആയിരുന്നു, ടെമ്പറേച്ചർ T1 ആയിരുന്നു. അതിനുശേഷം ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നു. അതുകൊണ്ട് എൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. എൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്ത് V2 ഒന്ന് പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന പ്രഷർ P2 ഉം വോളിയം V2 ആകും. അതിനുശേഷം നമ്മളൊരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആയിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ഫൈനൽ പ്രഷറും വോളിയം P3 ഉം V3യുമാണ്. ഇവിടെയും വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ചെയ്ത ഐസോതെർമലായിട്ട് നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യും. ഇതിൻ്റെ പ്രഷറും വോളിയം P4 ഉം V4യുമാണ്. ഇത് ലാസ്റ്റ് എന്ന് പറയുന്നത് അഡിയാബാറ്റിക് കംപ്രഷനാണ്. വീണ്ടും നമ്മൾ അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരുന്നു. ലെറ്റ് ഇറ്റ് ബി A, B, let it be C, and this point B can be represented as D. ഇതിനെ ഈ പോയിന്റുകളെ ഇതിനെ A ഡാഷ് ആയും പിന്നെ D ഡാഷ്, and let this point be B dash and this point be C dash. ഇങ്ങനെയാണ് നമുക്ക് ഓരോ കേസിലുള്ള വർക്ക് ഡൺ എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ കേസിലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് അബ്സോർബ് ചെയ്തത്. അപ്പോൾ ഇത് ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W ആണ്. ഐസോതെർമൽ ആകുമ്പോഴേക്കും ഡെൽറ്റ യുവിൻ്റെ വാല്യൂ 0 ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹീറ്റ് എനർജിക്ക് ഈക്വൽ ആണ്. സോ W വിൽ ബി ഈക്വൽ ടു Q1. അപ്പോൾ ഇത് നമ്മൾ വരച്ചത് ഒരു PV ഡയഗ്രാം ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇക്വേഷൻ ലെറ്റ് ഇറ്റ് ബി ഇൻ്റഗ്രൽ V1 to V2 PdV ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ ഒരു V1 to V2 എന്ന് പറഞ്ഞാൽ A മുതൽ B വരെയുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഈ PV ഡയഗ്രത്തിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും. ലെറ്റ് ബി ദി ഏരിയ ഓഫ് A, B, B ഡാഷ്, A ഡാഷ്. അപ്പോൾ ഇത് വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് എക്സ്പാൻഷൻ പ്രോസസ്സുകളാണ്. എക്സ്പാൻഷൻ പ്രോസസ്സിൽ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്ന അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഇതും വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെറ്റ് ഇറ്റ് ബി W1 ലെറ്റ് ഇറ്റ് ബി W2. ഇതിൻ്റെ ഇക്വേഷൻ ഇവിടെ നമ്മൾ അഡിയാബാറ്റിക് B മുതൽ C വരെയാണ്. അപ്പം വോളിയം ഇൻക്രീസ് ചെയ്യുന്നു V2 to V3 PdV. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദി ഏരിയ P മുതൽ C വരെയാണ് വേരിയേഷൻ. അതുകൊണ്ട് തന്നെ ഏരിയ എന്ന് പറയുന്നത് BC, C ഡാഷ്, B ഡാഷ് ആയിരിക്കും. ഇത് രണ്ടും വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആണ്. അടുത്ത് നമ്മൾ പറഞ്ഞ രണ്ട് കംപ്രഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് ഡൺ
ഓൺ ദി ഗ്യാസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് W3. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് നമ്മളിവിടെ പിന്നെ ഹീറ്റ് എനർജിയുടെ ട്രാൻസ്ഫർ Q2 ആണ്. അപ്പം W3 ഈക്വൽ ടു Q2 ഈക്വൽ ടു ഇൻ്റഗ്രൽ V3 ടു V4 PdV. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ആണ്. ഏരിയ ഓഫ് C മുതൽ D വരെയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ദി ഏരിയ ഓഫ് rectangle C dash D dash D. And the final one is adiabatic compression, and the work done equation W4 equal to volume V4 ൽ നിന്ന് V1 ലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അത് D മുതൽ A വരെയാണ് ഇൻറ്റു PdV. ഇതെന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ D T dash A dash A ആണ്. ഇവിടെ നമ്മൾ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് പോസിറ്റീവായും അതുപോലെ തന്നെ വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് നെഗറ്റീവായിട്ടുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് എന്ന് പറയുന്നത് W1 പ്ലസ് W2 ആണ്. ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആൻഡ് ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് എന്ന് പറയുന്നത് W3 പ്ലസ് W4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് എന്ന് പറയുന്നത് W1 പ്ലസ് W2 മൈനസ് W3 മൈനസ് W4 ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഏരിയാസ് നമ്മൾ W1ഉം W2ഉം ആഡ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് ഈ രണ്ട് ഏരിയാസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ABCD എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആയിരിക്കും. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ABCD. Also the net amount of heat absorbed with the working substance in one cycle is നമ്മൾ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തു, അതുപോലെ തന്നെ Q2 എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമ്മൾ റിജക്ട് ചെയ്തു. അതുകൊണ്ട് നെറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ആണ്. നമ്മളൊരു കംപ്ലീറ്റ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഇത് നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്നത് P1 V1 T1 ആണ്. തിരിച്ച് ഫൈനൽ സ്റ്റേജിലും വീണ്ടും നമ്മൾ ഇവിടെ ഈ സ്റ്റേജിലേക്ക് തന്നെയാണ് തിരിച്ചെത്തുന്നത്. P1 V1 T1 തന്നെയാണ്. അതായത് ടെമ്പറേച്ചറിന് വേരിയേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇന്റേണൽ എനർജി സെയിം ആണ്. അതുകൊണ്ട് ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ W ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ W ഈക്വൽ ടു Q1 മൈനസ് Q2 ആയിരിക്കും. അടുത്ത നമുക്കൊരു കാർനോട്ട് എഞ്ചിൻ്റെ കേസിലുള്ള എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ദി എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ഈസ് ദി റേഷ്യോ ഓഫ് നെറ്റ് വർക്ക് ഡൺ ബൈ ദി എഞ്ചിൻ ടു ദി ഹീറ്റ് ടേക്കൺ ഫ്രം ദി സോഴ്സ് ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് സൈക്കിൾ. നമ്മൾ കാർനോട്ട് സൈക്കിൾ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് അബ്സോർബ് എന്ന് പറയുന്നത് സോഴ്സിൽ നിന്ന് നമ്മൾ Q1 എമൗണ്ട് ഓഫ് ഹീറ്റാണ് അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ഹീറ്റ എന്ന് പറയുന്നത് W ബൈ Q1 ആണ്. W നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ്. W ഈക്വൽ ടു Q1 മൈനസ് Q2. So it will be Q1 minus Q2 by Q1, or it can write as 1 minus Q2 by Q1. Now we can calculate Q1. Q1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ് ആണ്. അപ്പോൾ ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സിന്റെ കേസിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹീറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ Q1 ഈക്വൽ ടു W1 ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ RT log V2 by V1 ആണ്. ഇവിടെ ടെമ്പറേച്ചർ T1 ആണ്. സോ യു ക്യാൻ റൈറ്റ് RT1 log V2 by V1. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പറഞ്ഞ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസിന്റെ കേസിലുള്ള ഹീറ്റ് എനർജി ട്രാൻസ്ഫർ Q2 ഇത് നമ്മൾ സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ദി വർക്ക് ഡൺ W3 ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ RT ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണ്. ലോഗ് ഫൈനൽ വോളിയം എന്ന് പറയുന്നത് V4 ആണ്. ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് V3 ആണ്. or you can write minus RT2 log V3 by V4. നമ്മൾ ഈ ലോഗരിതം ടേബിളിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു മൈനസ് ആയി വരുന്നു. കാരണം നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആണ്. ഇത് വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് ആണ്. വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് പോസിറ്റീവ് ആയിട്ടും വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് നെഗറ്റീവ് ആയിട്ടും എടുക്കുന്നത്. സോ നെഗറ്റീവ് സൈൻ ഷോസ് ദി വർക്ക് ഈസ് ഡൺ ഓൺ ദി ഗ്യാസ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ RT2 log V3 by V4 എന്ന് കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ നെഗറ്റീവ് സൈൻ വർക്ക് ഡൺ ഓൺ ദി ഗ്യാസിനെ സൂചിപ്പിക്കുന്നു. അടുത്ത് നമ്മൾ Q1 by Q2 കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് Q1 by Q2 ഈക്വൽ ടു R ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് T1 by T2 log E V2 by V1 divided by log to the base E V3 by V4. ഇനി ഇവിടെ ഈ BC എന്ന് പറയുന്നത് ഒരു അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അതുപോലെ DA അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. ഒരു അഡയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ TV റേസ്ഡ് ഗാമ മൈനസ് 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ
പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് പ്രോസസ്സിൽ ടി വി റേസ്ഡ് ഗാമ മൈനസ് 1 ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്ന ഈ ഒരു കർവ്, ഇതിൽ ബിയും സിയും സെയിം അഡയബാറ്റിക് കർവിലെ പോയിന്റുകളാണ്. അതുകൊണ്ട് തന്നെ ടി വി റേസ്ഡ് ഗാമ മൈനസ് 1 ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ടി വൺ ബിയുടെ കേസിലുള്ള വോളിയം വി ടു റേസ്ഡ് ഗാമ മൈനസ് 1 ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റ് കേസിൽ ടെമ്പറേച്ചർ ടി ടു ആണ്, വോളിയം വി ത്രീ ആണ്, മൈനസ് ഗാമ മൈനസ് 1 ആണ്. അതുപോലെ തന്നെ ഡിയും എയും സെയിം അഡയബാറ്റിക് കർവിലെ പോയിന്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഇതിന്റെ ടെമ്പറേച്ചർ ടി ടു ആണ്, വോളിയം വി ഫോർ ആണ്, റേസ്ഡ് ഗാമ മൈനസ് 1 ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിന്റെ ടെമ്പറേച്ചർ ടി വൺ ആണ്, വോളിയം വി വൺ ആണ്, റേസ്ഡ് ഗാമ മൈനസ് 1. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് വി ടു ബൈ വി വൺ വി ത്രീ ബൈ വി ഫോർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. വേണ്ടത് വി ടു ബൈ വി വണ്ണിൻ്റെ ഒരു ടേം കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ഈ ഇക്വേഷൻ്റെ ഇത് നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി വൺ വി വൺ റേസ്ഡ് ഗാമ മൈനസ് 1 ഈക്വൽ ടു ടി ടു വി ഫോർ റേസ്ഡ് ഗാമ മൈനസ് 1 ആണ്. ഇനി ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് വി ടു ബൈ വി വൺ റേസ്ഡ് ഗാമ മൈനസ് 1 ഈക്വൽ ടു വി ത്രീ ബൈ വി ഫോർ റേസ്ഡ് ഗാമ മൈനസ് 1. നമ്മളിതിനെ നമുക്ക് വേണമെങ്കിൽ വി ടു ബൈ വി വൺ ഈക്വൽ ടു വി ത്രീ ബൈ വി ഫോർ എന്ന് എഴുതാം. അതായത് വി ടു ബൈ വി വണ്ണും വി ത്രീ ബൈ വി ഫോറും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ലോഗ് വി ടു ബൈ വി വണ്ണും ലോഗ് വി ത്രീ ബൈ വി ഫോറും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടേമുകളും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി കിട്ടുന്നത് ടി വൺ ബൈ ടി ടു ആണ്. സോ യു ക്യാൻ റൈറ്റ് ഈറ്റ ഈക്വൽ ടു 1 മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ or is equal to 1 minus T2 by T1, or we can write as T1 minus T2 by T1. ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് ഹീറ്റ് എനർജിയുടെ ടേംസിലുള്ള എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ്. ഇത് ടെമ്പറേച്ചറിന്റെ ടേംസിലുള്ള എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ്. ഓക്കെ, താങ്ക് യു.